ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് ഞാൻ തക്കാളിയും വഴുതനങ്ങയും വെച്ചിട്ട് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയൊരു കറിയായിട്ടാണ് വന്നിട്ടുള്ളത്. ഇത് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റും. അപ്പോൾ ഇതിന് നമുക്ക് മെയിനായിട്ട് വേണ്ടത് തക്കാളിയും വഴുതനങ്ങയാണ്. അപ്പോൾ ഞാൻ തക്കാളി കഴുകി വൃത്തിയാക്കി ഇവിടെ നീളത്തിൽ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ വഴുതനങ്ങയും തക്കാളിയും ഞാൻ ഒരേ കറക്റ്റ് അളവിൽ തന്നെയാണ് എടുക്കുന്നത്. അപ്പോൾ തക്കാളി കട്ട് ചെയ്യുന്ന അതേ ഷേപ്പിൽ തന്നെ വഴുതനങ്ങയും നിങ്ങൾ കട്ട് ചെയ്തെടുക്കുക. പിന്നെ വഴുതനങ്ങ ഏത് ടൈപ്പ് വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം. ഞാൻ ഇവിടെ ഈ ഒരു ഷെയ്ഡിലുള്ളതാണ് ഞാൻ എടുക്കുന്നത്. പിന്നെ നമുക്ക് എരിവിനനുസരിച്ചിട്ട് പച്ചമുളക് വേണം. ഞാൻ ഒരു 3 പച്ചമുളക് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അത് കുറച്ച് എരിവ് കുറവായതുകൊണ്ടാണ് അത്രയും എടുക്കുന്നത്. പിന്നെ നമുക്ക് സവാള ഒരെണ്ണം മുഴുവനായിട്ട് കട്ട് ചെയ്തെടുക്കണം. പിന്നെ ഇതിൽ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, ആവശ്യത്തിന് ഉപ്പ്, കടുക്, കറിവേപ്പില, ഇഞ്ചി, വെളുത്തുള്ളി ചതച്ചത് 1 സ്പൂൺ, ഇത്രയും വേണം. അപ്പോൾ ആദ്യം തന്നെ നമുക്കൊരു കടായി വെച്ച് കൊടുക്കാം. അതിലേക്ക് 2 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പോൾ 1 സ്പൂൺ കടുക് ചേർത്ത് പൊട്ടിക്കാം. ഇനി ഇതിലേക്ക് ഒരു സവാള അരിഞ്ഞത് നമുക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് എരിവിനനുസരിച്ചിട്ട് പച്ചമുളകും ചേർത്ത് കൊടുക്കാം. പച്ചമുളക് ഒരുപാട് വേണ്ട, കാരണം നമ്മൾ പൊടികളൊക്കെ ചേർക്കുന്നുണ്ട്. സവാള ഒന്ന് വഴന്ന് വരുമ്പോൾ നമുക്ക് ഇഞ്ചി, വെളുത്തുള്ളി ചതച്ച് വെച്ചിരിക്കുന്നത് ചേർത്ത് കൊടുക്കാം. 1 സ്പൂണാണ് ആകെ, 2 കൂടി ചേർക്കുന്നുള്ളൂ. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടിയും ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് വഴന്ന് വരുമ്പോൾ നമുക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന വഴുതനങ്ങ ആദ്യം ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഈ വഴുതനങ്ങയൊന്നും കുക്കായി വരാൻ അധികം ടൈമില്ല, ആവശ്യമില്ല. പെട്ടെന്ന് തന്നെ ഇത് കുക്കായിട്ട് കിട്ടും. ഇനി ഇത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുത്തിട്ട് നമുക്കൊന്ന് മൂടി വെച്ച് ഇതൊന്ന് വേവിച്ചെടുക്കാം. ഒരുപാട് ഉടയേണ്ട എന്നുള്ളവർക്ക് ഒരുപാട് വേവിച്ചെടുക്കണ്ട, അല്ല നന്നായിട്ട് ഉടഞ്ഞു കിട്ടണം എന്നുള്ളവർക്ക് ഉടച്ചിട്ട് എടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് തക്കാളിയും മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഗരം മസാല, മല്ലിപ്പൊടി ഇത് ചേർത്ത് കൊടുക്കാം. മല്ലിപ്പൊടി 1/2 സ്പൂണും ഗരം മസാല 1 സ്പൂണാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇത് നന്നായിട്ട് നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. എല്ലാം കൂടി നമുക്കൊന്ന് യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ ഇത് പെട്ടെന്ന് തന്നെ നമുക്ക് കുക്കായിട്ട് കിട്ടും, അധികം സമയമൊന്നും ആവശ്യമില്ല. പിന്നെ നിങ്ങൾക്കിത് ഗ്രേവി ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ച് വെള്ളം ചേർത്തിട്ട് ഗ്രേവി ആയിട്ട് എടുക്കാം കേട്ടോ. അല്ല നിങ്ങൾക്ക് ഇതുപോലെ റോസ്റ്റ് ആയിട്ട് എടുത്താൽ മതിയെങ്കിൽ അങ്ങനെ എടുക്കാം. അതിപ്പോൾ നിങ്ങളുടെ ഇഷ്ടം പോലെ നിങ്ങൾക്ക് ചെയ്യാം. ഇനി ഏറ്റവും അവസാനം നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെയും ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റി മൂടി വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ, താങ്ക്